ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. നമുക്ക് ഇന്ന് യോഹന്നാന്റെ 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം 21-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഒരു പ്രത്യക്ഷതയെ പറ്റി നാം കാണുമ്പോൾ ഇത് ശിഷ്യന്മാർക്കുള്ള പ്രത്യക്ഷതയാണ്. ഇത് നാം കാണുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വെക്കണം. ഒന്നാമതായിട്ട്, ഇതിനു മുമ്പുള്ള 2 പ്രത്യക്ഷതകൾ 20-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 29-ാം വാക്യം വരെ നമ്മൾ കണ്ടതാണ്. അതിൽ ഒന്നാമത്തേത് ശിഷ്യന്മാർക്ക് മുഴുവനായിട്ടും, രണ്ടാമത്തേത് പ്രത്യേക തോമസിന് വേണ്ടിയിട്ടും ബാക്കി ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുള്ള ഒരു പ്രത്യക്ഷതയാണ് നമ്മൾ കണ്ടത്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പ്രത്യക്ഷത നടക്കുന്നത് ഗലീലയിലെ തെബരിയാസ് കടലിന്റെ തീരത്താണ്. മൂന്നാമത്തെ കാര്യം, ഈ ഒരു പ്രത്യക്ഷതയിൽ പത്രോസിനോട് ഇടപെടാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇവിടെ പ്രത്യക്ഷനാകുന്നത്. ഇതിന്റെ ഉദ്ദേശം തന്നെ 18-ാമത്തെ അധ്യായത്തിൽ കർത്താവിനെ 3 തവണ തള്ളിപ്പറഞ്ഞ കാര്യത്തെ അഭിസംബോധന ചെയ്യാനാണ്. ഇറ്റ്സ് ടു അഡ്രസ് ദ ഡിനയൽ ദാറ്റ് പീറ്റർ ഹാഡ് ഡൺ ടുവേർഡ്സ് ജീസസ് ഇൻ ചാപ്റ്റർ 18. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, എത്ര തവണയാണ് യേശു ക്രിസ്തു ശീമോനെ, യോഹന്നാന്റെ മകനെ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്? 3 തവണ. ഈ അധ്യായത്തിൽ 3 തവണയാണ് അത് ചോദിക്കുന്നത്. ആ 3 തവണ ചോദിക്കുന്നതിന്റെ കാരണം യേശുവിനെ 3 തവണ തള്ളി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ചില വ്യാഖ്യാനികൾക്ക് ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. അതായത്, ഇവയിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 15-ാമത്തെ വാക്യത്തിലുണ്ട്. അപ്പോൾ ഇവയിലധികം എന്ന് പറയുമ്പോൾ മീൻപിടുത്തം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് യേശു പറയുന്നതെന്നാണ് ചില വ്യാഖ്യാനികൾ പറയുന്നത്. അതായത്, എന്നെക്കാൾ നീ മീൻപിടുത്തത്തെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മീൻപിടുത്തക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ചില വ്യാഖ്യാനങ്ങൾ വരുന്നത്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ മീൻ പിടുത്തമല്ല കർത്താവിൻ്റെ വിഷയം. കാരണം എത്ര തവണ യേശു ഈ ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഹി ആസ് 3 ടൈംസ്. പിന്നെ മീൻപിടുത്തം മാത്രമാണ് ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ട് പത്രോസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? പത്രോസിന്റെ കൂടെ വേറെ 6 പേരും ഉണ്ടല്ലോ. ഒന്നാമത്തെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എത്ര പേരുണ്ട്? ഓക്കെ, 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാമത്തെ വാക്യം, ശീമോൻ പത്രോസും ദിദിമോസ് എന്ന പേരുള്ള തോമസും ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥനയേലും സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, 3-ാമത്തെ വാക്യം. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ശിമോൻ പത്രോസ് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് കൂടെയുള്ളവരും പറഞ്ഞു. അങ്ങനെ അവർ വള്ളത്തിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഓക്കെ, മീൻപിടുത്തമാണ് പ്രശ്നമെങ്കിൽ പത്രോസിനോട് മാത്രമായിട്ടുള്ള ഒരു സംസാരം ശരിയല്ല. കാരണം ബാക്കിയെല്ലാ 6 പേരും കൂടെ പോയിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം അല്ല ഇവിടുത്തെ വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ 6-7 പേര് ഒരുമിച്ചുണ്ട് എന്നുള്ളത് 2-ാമത്തെ വാക്യത്തിൽ വ്യക്തമാണ്. അതിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരാള് സ്വാഭാവികമായിട്ടും അന്ത്രയോസിനെ പറ്റി ആയിരിക്കും ആ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പത്രോസിന്റെ നേതൃത്വത്തിൽ അവർ മീൻ പിടിക്കുവാൻ പോകുന്നു. പത്രോസിനോട് ഇടപെടുവാൻ യേശു മനഃപൂർവ്വം ഈ സന്ദർഭവും ഈ ഒരു പ്രത്യക്ഷതയും തിരഞ്ഞെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള 2-3 പ്രത്യക്ഷതയിൽ യേശു പത്രോസിനോട് ഇടപെട്ടിട്ടില്ല. എന്നാൽ ഈ ഒരു സാഹചര്യമാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളായിരുന്നു യേശുവിന്റെ സ്ഥാനത്തെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ആദ്യം നമ്മൾ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമ്മൾ പത്രോസിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. നീ എന്ത് ചിന്തിച്ചിട്ടാ അന്ന് എന്നെ അറിയില്ലെന്ന് പറഞ്ഞേ എന്ന് അന്ന് തന്നെ ചോദിക്കും. പക്ഷെ ഇവിടെ കർത്താവ് അതല്ല ചെയ്യുന്നത്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ലെറ്റ് us look at how Jesus deals with him while restoring him. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ യേശു എങ്ങനെയാണ് തന്നോടൊപ്പം ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്, ജീസസ് റീക്രിയേറ്റ്സ് എ സീൻ ദാറ്റ് ഹാപ്പൻ മോർ ദാൻ 3 years ago. 3 വർഷത്തിലധികമായിട്ട്, അല്ലെങ്കിൽ 3 വർഷത്തിന് മുമ്പുള്ള
ഒരു ദൃശ്യം ഇവിടെ ആവിഷ്കരിക്കുകയാണ് യേശു. നമുക്കൊരു കാര്യം ചെയ്യാം. എബി ബ്രദർ ലൂക്കോസിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുക. ഓക്കെ, ഓക്കെ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. യോഹന്നാൻ 21-ന്റെ 3 മുതൽ 8 വരെ നിൽക്കാം. നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിലെയും സാഹചര്യമാണ് അല്ലെങ്കിൽ സാമ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. 5 സാമ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് ലൂക്കോസ് 5-ന്റെ 1-ല് ആ സ്ഥലം ഏതാണ്? ഗെനസരത്ത് തടാക തീരത്ത്. ഓക്കെ, യോഹന്നാൻ 21-ന്റെ 1-ല് തിബര്യാസിന്റെ കടൽ എന്നാണ് പറയുന്നത്. അതെ. ഈ രണ്ടും ഒരു സ്ഥലം തന്നെയാണ്. ഗലീലി കടൽ, തിബര്യാസിന്റെ കടല്, ഗെനസരത്ത് തടാകം എന്നൊക്കെ ഉള്ളത് എല്ലാം ഒരു വാട്ടർ ബോഡി വിശേഷിപ്പിക്കുന്ന 3 വ്യത്യസ്ത പേരുകളാണ്. അതെ. അപ്പൊ രണ്ടും സ്ഥലം ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ സാമ്യം. ഉം. 2, അവിടെ ആരൊക്കെയായിരുന്നു ഉൾപ്പെട്ടു നിന്ന കഥാപാത്രങ്ങള്? യേശുവും, പ്രധാനമായിട്ട് വേറെ ആരൊക്കെയാ ഉള്ളത് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്? ആ, 2 തീർച്ച അദ്ദേഹം കണ്ടു. അവയിലൊന്ന് ശീമോന്റേതായിരുന്നു. യെസ് യെസ് യെസ്, ശീമോനും ബാക്കിയുള്ളവരും. അതെ. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, ഇനി ബ്രദർ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് വായിച്ചത്. അതിന് ശീമോൻ, പ്രഭു, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഓക്കെ, എങ്കിലും അങ്ങയുടെ മതി 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 വാക്കനുസരിച്ച് മതി മതി. അവിടെ രാത്രി എല്ലാം പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്ന് ശീമോൻ തന്നെ പറയുന്നു. ഇവിടെ ബ്രദർ നേരത്തെ വായിച്ച 3-ാമത്തെ വാക്യത്തിൽ എന്താന്ന് പറയുന്നത്? അന്ന് രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. അതെ. ഈ കാര്യത്തിലും സാമ്യമുണ്ട്. 4-ാമത്തെ വാക്യത്തില് 4-ാമത്തെ വാക്യം വായിച്ചേ. 5-ന്റെ 4. Yeah. യേശു തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചതിന് ശേഷം ഉം. നിന്റെ വള്ളം ആഴമുള്ളിടത്തേക്ക് നീക്കി അവിടെ വലയിറക്കുക എന്ന് ശിമോനോട് കൽപ്പിച്ചു. ഓക്കെ, ഇവിടെ കർത്താവ് പറയുന്നത് 6-ാമത്തെ വാക്യത്തില് വള്ളത്തിന്റെ വലത്ത് വശത്ത് വല ഇറക്കുക, എന്നാൽ നിനക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇത് 4-ാമത്തെ സാമ്യം. 5-ാമത്തെ സാമ്യം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ബ്രദറെ. അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം വലയിൽപ്പെട്ടു, അവരുടെ വല കീറാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവർ വല എറിഞ്ഞപ്പോൾ അവർക്ക് അത് വലിക്കുവാൻ സാധിച്ചിരുന്നില്ല, കാരണം ഒരുപാട് മീൻ അതിലുണ്ടായിരുന്നു. അപ്പോ ലൂക്കോസ് 5-ന്റെ 1 മുതൽ 11 വരെയുള്ള ഈ ഭാഗത്തിന് മർക്കോസ് 1-ന്റെ 16 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു പാരലൽ പാസേജ് ഉണ്ട്. ആ 2 പാസേജും പാരലലാണ്. ഓക്കെ, ഈ 2 ഭാഗങ്ങളിലും യേശു പത്രോസിനെ തന്നെ അനുഗമിക്കുവാൻ വിളിക്കുന്നു എന്നുള്ളതും മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും എന്നുള്ളതും അവിടെ പറയുന്ന കാര്യങ്ങളാണ് ഈ 2 ഭാഗത്ത്. ലൂക്കോസ് 5-ന്റെ 1 മുതൽ 11 വരെ പ്രകൃതിയുടെ മേൽ യേശു തന്റെ സർവാധികാരം ഉപയോഗിച്ച് തന്റെ ഉദ്ദേശത്തെ താൻ പൂർത്തീകരിക്കുന്നു. എന്താണ് ഉദ്ദേശം? യേശു ആരാണെന്നുള്ളത് ശീമോന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അന്ത്രയോസ് ശീമോനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു, ഞങ്ങൾക്ക് മശീഹയെ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ പ്രസ്താവനയിൽ യേശുവിന്റെ അടുക്കലേക്ക് ശീമോനെ കൊണ്ടുവന്നു. അതിന്റെ വെളിച്ചത്തിൽ പത്രോസിന് യേശുവിനെ അറിയാം. എന്നാൽ ഇവിടെ ആ ഒരു വിളി ഉണ്ടായി. അതാണ് നമ്മൾ ലൂക്കോസ് 5-ന്റെ 1 മുതൽ 11 വരെ നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇനി യോഹന്നാൻ 21-ലേക്ക് മടങ്ങി വരാം. ഈ ഭാഗത്ത് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷമെങ്കിലും ആണ് ഈ സംഭവം നടക്കുന്നത്. എന്ന് വെച്ചാൽ യേശു ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നത്. അതെ, മീൻ പിടിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ യേശു ക്ഷമയോടെ കാത്തിരുന്നു. അത് സാഹചര്യം ഉണ്ടായതിനു ശേഷം യേശു ഈ സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയാണ്. എന്തുകൊണ്ടാ? ആദ്യത്തെ സാഹചര്യത്തിൽ പത്രോസ് എപ്രകാരമാണ് യേശുവിനെ പിൻപറ്റിയത്, ആ സാഹചര്യം ഒന്നുകൂടി ഒരുക്കി പത്രോസിനെ അതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മൾ വായിച്ചതുപോലെ അന്ന് രാത്രി ഒന്നും പേടിച്ചില്ല. ഓക്കെ, നമുക്കിനി യോഹന്നാൻ 21-ന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉഷസ്സായപ്പോൾ യേശു തടാക തീരത്ത് നിന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല.
ഓക്കെ, യേശു അഞ്ചാമത്തെ വാക്യം കൂടെ. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, മീനൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ മറുപടി പറഞ്ഞു. ഓക്കെ, ഈ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ച് അവരോടുള്ള തന്റെ മനസ്സലിവ് കാണിക്കുന്നു. രണ്ട്, സാധാരണഗതിയിൽ വെളുപ്പാങ്കാലത്ത് ഒരു മീൻപിടുത്തക്കാരനോട് ഒരു കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ യേശു ചോദിക്കുന്നത്. അപ്പോൾ തീരത്ത് നിൽക്കുന്ന യേശുവിനെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവരുടെ വിചാരം തീരത്ത് നിൽക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ യേശു അവരിൽ നിന്നും ആഗ്രഹിച്ചത് എന്താ? അതായത് രാത്രി മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന മീൻ ഫ്രഷ് ആയിട്ട് മാർക്കറ്റിൽ വിറ്റിട്ട് മീൻപിടുത്തം എന്നുള്ള തൊഴിലിൽ തുടരാം എന്നുള്ള ഇവരുടെ ഐഡിയ, അത് തകർന്നു പോയി എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഉം. കാരണം രാത്രിയിൽ പിടിക്കുന്ന മീൻ ആ, രാവിലെ ഫ്രഷ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ വിൽക്കണം. അല്ലാതെ ഇന്നത്തെ പോലെ കോൾഡ് സ്റ്റോറേജോ അന്ന് അങ്ങനത്തെ സാഹചര്യമൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ അവർക്ക് പറയേണ്ടി വന്നു അന്ന് രാവിലെ ബിസിനസ് ചെയ്യാനുള്ള യാതൊരു സ്രോതസ്സും അവർക്കില്ല എന്നുള്ളത്. എന്നിട്ട് കടലിന്റെ മീതെ അധികാരിയായ യേശു തന്റെ ശിഷ്യന്മാരോട്, അതായത് 90 മീറ്ററിലധികം തീരത്തിൽ നിന്നും 90 മീറ്ററിൽ അധികം അകലെ നിൽക്കുന്ന ശിഷ്യന്മാരോട് ഈ യേശു ഒരു കാര്യം പറയുന്നുണ്ട്. ആറാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വള്ളത്തിന്റെ വലത്തുഭാഗത്ത് വല ഇറക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അപ്പോൾ അവർക്ക് വല വലിച്ച് കയറ്റാൻ പോലും കഴിയാത്തത്ര മീൻ ലഭിച്ചു. ഓക്കെ, എട്ടാമത്തെ വാക്യം കൂടെ വായിക്കാം കേട്ടോ. എട്ടാമത്തെ വാക്യം. ആ, മറ്റേ ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വല വലിച്ചുകൊണ്ട് വള്ളത്തിൽ പിന്നാലെ ചെന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 90 മീറ്റർ ദൂരത്തിലായിരുന്നു. Yeah. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അങ്ങനെയാണ്. 90 മീറ്റർ ദൂരത്തിൽ നിന്നാണ് ഇത്രയും ഒരു ഒരു സംഭവം നടക്കുന്നത്. ഉം. അപ്പൊ യേശുവിന്റെ വാക്ക് കേട്ട് അവർ മീൻ പിടിക്കാനുള്ള ഒരു ഹോപ്പിൽ അവര് വല വീശി. ഏഹ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആറാമത്തെ വാക്യത്തിന്റെ ആ ആദ്യത്തെ ലൈൻ ഒന്ന് വായിക്കാം ഒന്നുകൂടെ. വള്ളത്തിന്റെ വലത്തുഭാഗത്ത് വല ഇറക്കുക, എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇംഗ്ലീഷില് കാസ്റ്റ് ദ നെറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് സം. ഉം. നിങ്ങൾക്ക് കുറച്ച് കിട്ടും ഉം. എന്ന് യേശു പറഞ്ഞപ്പോൾ ആ കുറച്ചെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവര് വല ഇറക്കിയത്. ഉം. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കിട്ടിയാൽ അത്രയെങ്കിലും ആട്ടെ എന്ന രീതിയിലാണ്. പക്ഷെ അവർ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ചാകരയാണ് അവർക്ക് കിട്ടിയത്. അതായത് ലൂക്കോസ് 5:1 മുതൽ 11 കണ്ട അതേ രീതിയിലുള്ള ഒരു 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 സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ ഒരു വാക്യങ്ങൾ താഴോട്ട് പോയാൽ ഈ മീനിന്റെ എണ്ണം നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. 11ാമത്തെ വാക്യത്തില് എത്രയാ അതിനകത്തുള്ളത്? ആ, ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വല കരയ്ക്ക് വലിച്ചു കയറ്റി 153 വലിയ മീൻ കൊണ്ട് ആ വല നിറഞ്ഞിരുന്നു. ഓക്കെ, സാധാരണഗതിയിൽ മാർക്കറ്റിലേക്ക് വിൽക്കുന്നതിന് മുമ്പ് മീൻപിടുത്തക്കാര് ഈ മീനിന്റെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തും എന്നുള്ളൊരു ഒരു പതിവ് അവർക്കുണ്ട്. അപ്പോ ഇത്രയും വലിയ ഒരു മീൻപിടുത്തം കിട്ടിയതിന് ശേഷവും വല കീറിപ്പോയില്ല. അപ്പോ ഇതൊക്കെ നടന്നപ്പോൾ ലൂക്കോസ് 5:1 മുതൽ 11 വരെ നടന്ന സംഭവത്തിന്റെ ഒരു ഓർമ്മ യോഹന്നാന് വന്നു. അതാണ് നമ്മൾ 7ാമത്തെ വാക്യത്തിൽ കാണുന്നത്. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അത് Therefore കർത്താവാകുന്നു that എന്ന് കേട്ട disciple whom Jesus loved. ഇതുകൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞു എന്നാണ് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. ഉം. അതായത് പത്രോസിന് അത് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും പത്രോസിന്റെ കൂടെ നിൽക്കുന്ന അന്നും ഇതിന് സാക്ഷിയായ യോഹന്നാൻ ഇത് മനസ്സിലായി. ഇത് ആരാണ് ഇത് പറയുന്നെന്നുള്ളത്. ഉം. ഓക്കെ, അപ്പോൾ യേശുവിനെ താൻ കണ്ടു എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? 7ാമത്തെ വാക്യത്തിന്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ചേ. ആ, അത് കർത്താവാകുന്നു എന്ന് കേട്ട ഉടനെ ശിമോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതിനാൽ പുറം
വസ്ത്രം അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി. ഓക്കെ, സി ഇതൊരു പ്രത്യേകത. അതായത് പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിലുള്ള ചില സംഭവങ്ങൾ, ചില പ്രധാന സംഭവങ്ങൾ ഈ ഗലീലി തീരത്തിന്റെ അടുത്തും അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് ചുറ്റിപ്പറ്റിയുമാണ് നിൽക്കുന്നത്. അതായത് ഇതിനു മുമ്പ്, അതായത് 6-ാമത്തെ അധ്യായത്തില്, അതോടൊപ്പം മത്തായി 14-ലും യേശു ഇതേ കടലിൽ വെച്ച് നടന്നു ചെല്ലുമ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട്, നീയും നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സംശയം തനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഭാഗത്ത്, അതായത് 21-ാമത്തെ അധ്യായത്തിൽ അങ്ങനൊരു ഹെസിറ്റേഷൻ, ഒരു മനം ഇല്ലാത്ത അവസ്ഥ തനിക്കില്ല. കാരണം യേശു ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ താൻ എടുത്തു ചാടുകയാണ്. ബാക്കിയുള്ള ശിഷ്യന്മാര് ഈ വല വലിച്ചുകൊണ്ട് കരയ്ക്ക് അടുപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം, റീക്രിയേറ്റിംഗ് എ സീൻ ദാറ്റ് ഹാപ്പൻ മോർ ദാൻ 3 years ago. 3 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതേ കാര്യം തന്നെ ഇവിടെ നടക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത സാധനം അല്ലെങ്കിൽ അടുത്ത കാര്യം, ദ ഫെലോഷിപ്പ് ഓഫ് എ കമ്മ്യൂണിയൻ മീൽ, ഒരു കൂട്ടായ്മയുടെ ആശയത്തെ പറയുന്ന ഒരു ഭക്ഷണ സമയം. അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ കരയ്ക്ക് അടുത്തേക്ക് വന്നപ്പോൾ യേശു എന്താ ചെയ്തത്? 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. ദൂരത്ത് കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവിടെ തീക്കനല് കൂട്ടി അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച കുറെ മീൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ശീമോൻ ഓക്കെ, പത്രോസ് മതി 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 മതി. സോ അവർ കരയ്ക്കടുത്തപ്പോൾ അവർ കണ്ടതെന്താ? അതായത് അവരുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും യേശു നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. അതായത് എന്തെങ്കിലും മീനുണ്ടോ എന്ന് കരയ്ക്ക് നിന്ന് ചോദിച്ച യേശു ഓൾറെഡി അവരുടെ വിശപ്പ് മാറ്റാൻ മീൻ ചുട്ട് പൊള്ളിച്ചതെല്ലാം വെച്ചിട്ടുണ്ട് അവരുടെ വിശപ്പിനെ മാറ്റാൻ. എന്നിട്ട് തന്നോട് കൂടെ പ്രാതൽ കഴിക്കുവാൻ താൻ ക്ഷണിക്കുന്നു. അതാണ് 12-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം, അല്ലെങ്കിൽ ആ വാക്യം മുഴുവൻ വായിക്കാം. 12 അല്ലേ? Yeah. യേശു അവരോട്, വന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ ആരും അദ്ദേഹത്തോട് അങ്ങ് ആരാണ് എന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. അത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അപ്പോ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ടത്, ശിമോൻ പത്രോസ് 11-ാമത്തെ വാക്യത്തില് മറ്റേ ബോട്ടിലേക്ക് ചെന്ന് കുക്ക് ചെയ്യേണ്ട മീനെല്ലാം എടുത്തു. ഇപ്പോൾ ഈ ഒരു മീൽ, അതായത് യേശുക്രിസ്തു പത്രോസിന് ഇപ്പോൾ ഒരുക്കുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകത, 4 കാര്യങ്ങൾ നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കാണത്തില്ല, എന്നാൽ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇവിടെ എന്ത് ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്? പ്രഭാത ഭക്ഷണം. മീനോടുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ എന്തുണ്ട് വേറെ? അപ്പമുണ്ട്. അപ്പവും മീനും. ഇതേ ലൊക്കേഷനിൽ വെച്ച് 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം, അതും ഇതേ സ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അന്ന് ഭക്ഷിച്ച ഭക്ഷണവും ഇന്ന് കഴിക്കുന്ന ഭക്ഷണവും എല്ലാം സെയിം തന്നെ. Okay, it's a throwback to yet another event that Peter was familiar with in the same location. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വെള്ളങ്ങളുടെ കാര്യത്തിലും യേശുക്രിസ്തു തന്റെ ശക്തിയെ പ്രകടമാക്കുന്നുണ്ട്. എന്ത് പറയാനാ? താൻ ആരാണെന്നുള്ളത് ഇനിയും പത്രോസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ജീവിതത്തിൽ കണ്ട പല കാര്യങ്ങളും ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല.
യേശുക്രിസ്തു നേരത്തെ കാണിച്ച പ്രകടിപ്പിച്ച കാര്യങ്ങളുടെ ഒരു ആവർത്തനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ അപ്പവും മീനും കൊടുക്കുന്ന സാഹചര്യം, കടലിനെ തന്റെ നിയന്ത്രണത്തിലാക്കുന്ന സാഹചര്യം, ഒരു തവണ നടന്ന് മറ്റൊരു തവണ കടലിൽ അല്ലെങ്കിൽ പടകിൽ നിന്നുകൊണ്ട് കാറ്റിനെ ശാന്തമാക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പത്രോസിന്റെ ഭൗമികമായിട്ടുള്ള വിശപ്പിനെ അടക്കിയതിന് ശേഷം ആണ് യേശുക്രിസ്തു അവനെ ആത്മീകമായിട്ട് യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നത്. അത് ഒരു പാറ്റേൺ ആയിട്ട് നമ്മളിവിടെ കാണുന്നതാണ്. മൂന്നാമതായിട്ട്, ഇവിടെ യേശു ഇവർക്ക് അപ്പവും മീനും ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഭക്ഷണം, ഈ ശിഷ്യന്മാർക്ക് ഒരുക്കുന്ന ഈ ഭക്ഷണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള മറ്റൊരു ഭക്ഷണത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് യോഹന്നാൻ 13 മുതൽ 17 വരെ പെസഹയുടെ ഭക്ഷണം കഴിച്ചതിന്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ ഇതിനു മുമ്പുള്ള പ്രത്യക്ഷതയിൽ നിങ്ങൾക്കാർക്കെങ്കിലും വല്ല മീനോ അപ്പോ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ കൂടെ കഴിച്ചു. പക്ഷെ ഇത് വേറൊരു രീതിയാണ് കേട്ടോ. അപ്പോ അന്ന്, അതായത് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ യേശു കൊടുത്ത ഭക്ഷണവും കഴിച്ച് യേശുവുമായിട്ടുള്ള സൗഹൃദം ആസ്വദിച്ചതിന് ശേഷം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇവിടെ യേശു അതേ സൗഹൃദം ഈ ഭക്ഷണത്തിലൂടെ ലഭ്യമാക്കുന്നത് പത്രോസ് തന്റെ സ്നേഹം ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ടു കൺഫെസ് ഓർ അഫേം ഹിസ് ലവ് ഫോർ ജീസസ്. ഓക്കെ, ഇനി നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ഒരു ഡീറ്റെയിൽ ആണ് 9-ാമത്തെ വാക്യത്തിലെ ഈ ചാർക്കോൾ. ഒന്ന് വായിച്ച ആ ഭാഗം. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവിടെ തീക്കനലുകൾ കൂട്ടി. തീക്കനലുകൾ, യെസ്. ഇത് നമ്മൾ സാധാരണ ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്താണ് ഇതിന്റെ പ്രസക്തി? ഈ ഭാഗത്ത് തീക്കനലിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് തിരിച്ച് 18-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ജോൺ 18:18. തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് ദാസന്മാരും ഉദ്യോഗസ്ഥന്മാരും കനൽ കൂട്ടി തീ കായുകയായിരുന്നു. പത്രോസും തീ കാഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്നു. പത്രോസ് ആരുടെ കൂടെ നിന്നത്? യേശുവിനെ വെറുത്ത ആൾക്കാരോടൊപ്പം തീ കാഞ്ഞ് നിൽക്കുകയാണ്. ആ കനൽ തീയുടെ അടുത്ത് അന്ന് അവരുടെ കൂടെ നിന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇന്ന് അതേ കനൽ തീയും എല്ലാം ഇവിടെ ഉണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ കനലിന്റെ സാന്നിധ്യത്തിൽ യേശുവിനെ താൻ സ്നേഹിക്കുമെന്ന് വാഗൊണ്ട് പറയണം. സി, ദിസ് ഇസ് ദ കണക്ഷൻ. അല്ലാതെ ഇവിടെ ഇത് യാദൃശികമായിട്ട് വന്നൊരു ഡീറ്റെയിൽ അല്ല. അന്ന് തീക്കനലിന്റെ അടുത്ത് നിന്നുകൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞെങ്കിൽ ഇന്ന് അതേ സാഹചര്യം ഇവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഏറെക്കുറെ ഒരേ സമയമാണ്. അതായത് വെളിച്ചവും വന്നിട്ടില്ല. കോഴി കൂതുന്നതിന് മുമ്പുള്ള സാഹചര്യമാണെങ്കിൽ ഇവിടെയും കോഴി കൂതുന്നതിന് മുമ്പുള്ള സാഹചര്യമാണ്. തീക്കനൽ അവിടെ ഉണ്ട്, തീക്കനൽ ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഈ 14-ാമത്തെ വാക്യം വരെ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് 3 ലെസൺസ്, പ്രത്യേകിച്ച് മറ്റുള്ളവരെ ആത്മീകമായിട്ട് യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്? 3 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, restoration must be done with wisdom and compassion upon the person who is crumbling under sin's burden and is broken in spirit. പാപത്തിന്റെ ഭാരത്തിൽ തകർന്നു നിൽക്കുന്ന, ആത്മാവിൽ തകർച്ച അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ യഥാസ്ഥാനം എന്നുള്ള കാര്യം നമ്മൾ നടത്തുമ്പോൾ അത് വളരെ ജ്ഞാനത്തോടും മനസ്സലിവോടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കണ്ട ഒരു കാര്യം, പത്രോസ് അധികമായിട്ട് കരഞ്ഞു എന്നുള്ളത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ
ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ താൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു അവകാശവാദം പറഞ്ഞിട്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അധികമായിട്ട് താൻ കരയുന്നത്. സി, അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കല്ലറ ശൂന്യമായി കിടക്കുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം ഓടിയവരിൽ ആരാ? പത്രോസ് ഉണ്ടായിരുന്നു. അത് കാണാൻ പത്രോസ് ഉണ്ടായിരുന്നു. യേശുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാൻ താനാണ് ആഗ്രഹിച്ചിരുന്നത് യോഹന്നാനോടൊപ്പം. സോ ഹി വാണ്ടഡ് ടു കീപ് ഫെലോഷിപ്പ് വിത്ത് ദ റിസൺ ലോർഡ് ജീസസ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് കൂട്ടായ്മ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. See, this is where Jesus didn't rub it on him in the first post-resurrection appearance. യേശുവിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം ആദ്യമേ തന്നെ വന്ന് ഇദ്ദേഹത്തെ കളിയാക്കുകയല്ല യേശു ചെയ്തത്. He was dealing gently with him as he waited for Peter to go fishing. പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നത് വരെ കാത്തിരുന്ന് വളരെ മൃദുവായിട്ടാണ് യേശു പത്രോസിനോട് ഇടപെടുന്നത്. നമ്മൾ യെശയ്യാവിന്റെ 42-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ചതഞ്ഞ ഓടെ ഒടിക്കാത്ത പുകയുന്ന തിരിയെ കെടുത്താത്തവൻ എന്നുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ യേശുവിനെ പറ്റി, വരുന്ന മെശിയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ആക്ഷരികമായിട്ട് നടക്കുന്നത്. എന്നുവെച്ചാൽ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു പത്രോസിനെ വളരെ കരുതലോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ സഭാ നേതാക്കന്മാരോടുള്ള നമ്മളുടെ പ്രബോധനം എന്ന് പറയുന്നത്, there will be those who feel the weight of the sin they committed. നമ്മളുടെ സഭയിൽ അധികം കാണാത്ത ഒരു കാര്യം പക്ഷെ ഉണ്ട് കേട്ടോ. പാപത്തിന്റെ ഭാരത്തിൽ വലയുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാരത്തെ അനുഭവിക്കുന്ന ഒരു പറ്റം ആൾക്കാർ സഭയിലുണ്ട്. In a wise and compassionate manner deal with such people who are overwhelmed by it. അതിൽ ഭാരപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോട് ജ്ഞാനപൂർവം മനസ്സലിവിന്റെ ഒരു വഴിയിൽ അവരോട് ഇടപെടണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ കാര്യം, as we seek to restore people to the joy of salvation, we need to ensure that there is a rapport where we connect intimately with those whom we seek to correct. രക്ഷയുടെ സന്തോഷത്തിലേക്ക് നാം വ്യക്തികളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരെയാണ് തിരുത്താൻ ആഗ്രഹിക്കുന്നത് അവരോട് ഒരു ആഴമായ ബന്ധം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അത് ചിലപ്പോൾ ഒരുപക്ഷെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരു വേദി ആയേക്കാം, അല്ലെങ്കിൽ അവരോടൊപ്പം നീണ്ട ഒരു യാത്രയായേക്കാം. Okay, seek an activity that would enable you to bond with those whom you seek restoration for. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരുടെ ജീവിതത്തിലാണ് യഥാസ്ഥാനം ആഗ്രഹിക്കുന്നത് അവരോട് ഒന്നിച്ചു നിൽക്കുവാനും ഇടപെടുവാനും ഉള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ കണ്ടെത്തണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, the process of restoration must be done only to a person who is willing to repent. മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ യഥാസ്ഥാനത്തിന്റെ പ്രക്രിയ നടക്കുവാൻ പാടുള്ളൂ. Nowhere in the Gospels do we see Jesus attempting to restore Judas, because even though he changed his mind and brought back the 30 pieces of silver, his heart was away from God. സുവിശേഷങ്ങളിൽ എവിടെയും യൂദാസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാര്യവും യേശു ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ശരിയാണ്, മനം അടുത്താണ് 30 വെള്ളിക്കാശ് തിരിച്ചു കൊണ്ടുവന്നത്, പക്ഷേ ഹൃദയത്തിൽ ഒരു മാറ്റവും ഇല്ല. His idol failed to satisfy him, but there wasn't any change of heart. താൻ എന്തിനു വേണ്ടിയിട്ട് ജീവിച്ചോ അത് തന്നെ ആത്യന്തികമായിട്ട് തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വലിയ പരാജയമായിരുന്നു. പക്ഷെ അവിടെ ഒരു ഹൃദയമാറ്റം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ജൂഡസ് ഡിഡ്ന്റ് അറ്റംപ്റ്റ് ടു കം ബാക്ക് ടു ജീസസ്. ഒരിക്കൽ പോലും യൂദാസ് യേശുവിന്റെ അടുക്കൽ തിരികെ വരുവാനുള്ളൊരു പ്രയത്നം ചെയ്യുന്നത് പോലുമില്ല. മറുവശത്ത് പീറ്റർ ഹാഡ് എൻ എവിഡന്റ് ചേഞ്ച് ഓഫ് ഹാർട്ട് ഓർ റിപ്പന്റൻസ്. വ്യക്തമായ ഒരു മനപരിവർത്തനം പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നു, ഒരു മാനസാന്തരം. അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? കോഴി കൂവിയപ്പോൾ തന്നെ പത്രോസ് അധികമായി കരഞ്ഞു, അല്ലെങ്കിൽ
He cried. He was bitter. Bitterly wept. See, അതുകൊണ്ടാണ് പത്രോസിനെ യേശു യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. So, dear church, what is your course of action over an unrepentant church member? മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കാത്ത ഒരു സഭ അംഗത്തിനോടുള്ള നിങ്ങളുടെ സ്റ്റെപ്പ് എന്താണ്? From scriptures, you need to convince him of the gravity of what he did. And you ought to aim for restoration only when you see an attitude of repentance in him or her. തിരുവെഴുത്തിൽ നിന്നും ആ വ്യക്തി ചെയ്ത തെറ്റിന്റെ ആഴം എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു മാനസാന്തരത്തിന്റെ മനോഭാവം ഉണ്ടായാൽ മാത്രമേ ഒരു യഥാസ്ഥാനത്തിനെ പറ്റി നിങ്ങൾ ഒന്നും വെക്കാൻ പാടുള്ളൂ. Don't be quick in getting back that person into fellowship. കൂട്ടായ്മയിലേക്ക് ആ വ്യക്തിയെ പെട്ടെന്ന് തന്നെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു വ്യഗ്രത നമ്മൾ കാണിക്കരുത്. ഓക്കെ, ഇതിന്റെ കൺക്ലൂഷനായിട്ട് ലൂക്കോസ് 24:42 നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ആ സംഭവത്തിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് യേശു ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, ഇവിടെയുള്ള ഭക്ഷണം യേശു പത്രോസിനോട് ചെയ്യാൻ പോകുന്ന ക്രിയയുടെ ഒരു വലിയ ക്രിയയുടെ ഒരു മുന്നോടിയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. ആ വലിയ ക്രിയ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ, അതായത് നമ്മളുടെ അവസാനത്തെ സെഷൻ, ഈ പുസ്തകത്തിൽ അവസാനത്തെ സെഷനായ അടുത്ത ദിവസങ്ങളിൽ യോഹന്നാൻ 21:15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഈ പുസ്തകം നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതെ, താങ്ക് യു റൂഫസ്. മാത്യച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമോ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. മഹാപരിശുദ്ധനും സർവകൃപാലുവായിരിക്കും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തെ അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവന സത്യങ്ങളെ പ്രിയദാസനിൽ കൂടെ അടിയങ്ങളെ കേൾപ്പിച്ചു. അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് കൂടെ ഇരുന്ന അവിടുത്തെ അളവറ്റ സ്നേഹത്തിനായി, കരുതലിനായി, കരുണയ്ക്കായി തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇനി ഞങ്ങൾ കേട്ടതെല്ലാം കർത്താവേ, ഞങ്ങൾ പല ആവർത്തികൾ വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ് എങ്കിലും അതിൻ്റെ സമാനത എത്രത്തോളം എന്ന് മനസ്സിലാക്കുവാൻ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് കൂടിയിരുന്നു. പ്രിയദാസനെ അതിനൊരുക്കി അടിയങ്ങളുടെ മധ്യ അയച്ചു. ലഭിച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, ആത്മീയ അഭിവൃദ്ധിയായി ഞങ്ങൾ സ്നേഹത്തിലും സന്തോഷത്തിലും വളർന്നു വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം കർത്താവ് കരുതിയിരിക്കുന്നതുകൊണ്ട് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രിയദാസനെ പിന്നെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുവാൻ തക്കവണ്ണം എല്ലാ സന്ദേശവും തക്ക സമയത്ത് നൽകി അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടതിനെല്ലാം ഗ്രഹിപ്പിച്ചു തന്നതിനെല്ലാം തിരുനാമത്തെ പിന്നെയും അടിയങ്ങൾ സ്തുതിക്കുന്നു. മാനവും മഹത്വവും തിരുസന്നിധി സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി ജീവൻ നൽകിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ ചോദിക്കുന്നു. പിതാവേ, സ്വീകരിക്കുമാറാകണമേ. ആമേൻ. ആമേൻ.